കുറച്ച് നാളുകൾക്ക് മുമ്പ് WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഒരു പഠനം നടത്തുകയുണ്ടായി. ആ പഠനത്തിൽ ഇന്ത്യയെക്കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്. ഇന്ത്യ ഈസ് ദി മോസ്റ്റ് ഡിപ്രസ്ഡ് കൺട്രി. അതായത് ഏറ്റവും കൂടുതൽ വിഷാദ രോഗികളുള്ള രാജ്യമാണ് ഇന്ത്യ. സ്വാഭാവികമായിട്ട് 140-150 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് അതിന്റെ പെർസെന്റേജ് കൂടുക എന്ന് പറയുന്നത് സ്വാഭാവിക പ്രക്രിയയായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും മറ്റൊന്നാണ്. എന്തുകൊണ്ട് ഒരാൾ ഡിപ്രഷനിലേക്ക് പോകുന്നു, വിഷാദ രോഗത്തിലേക്ക് പോകുന്നു? അത് നമ്മൾ കൃത്യമായിട്ട് അറിയണം, അല്ലേ? കാരണം നാളെ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ കടന്നു വന്നേക്കാം. നമ്മളിൽ പല ആളുകളും ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാകും. അപ്പോ ശരിക്കും എന്താണ് വിഷാദ രോഗം എന്ന് പറയുന്നത്? നിരന്തരമായിട്ട് കുറെ ദിവസങ്ങൾ തുടർച്ചയായി നമ്മുടെ ചില സങ്കടങ്ങള്, ചില ദുഃഖങ്ങള് മനസ്സിലിങ്ങനെ തളം കെട്ടി നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയില്ലേ? നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മളെ ഇങ്ങനെ മുറുകെ പിടിച്ചു നിൽക്കുന്ന ഒരു മാനസികാവസ്ഥ, നമ്മുടെ ദൈനംദിന ജീവിതത്തെയൊക്കെ വളരെ മോശമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ ഡെഡ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥ. അതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വിഷാദ രോഗം എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. മറ്റൊന്നുമല്ല, മാനസികമായ കരുത്തില്ലായ്മയാണ് പലപ്പോഴും വിഷാദ രോഗത്തിലേക്ക് ഒരാൾ വഴുതി വീഴുന്നതെന്ന് കാണാൻ പറ്റും. ജീവിതത്തിന്റെ ചെറിയ പ്രശ്നങ്ങളിൽ പോലും നമ്മളിങ്ങനെ തോറ്റുപോകുന്നു, എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം നമ്മളിങ്ങനെ തകർന്നു പോകുന്നു എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഒരാളുടെ മാനസികമായ കരുത്താണ്. നമ്മുടെ ശരീരത്തിന് ഒരു നട്ടെല്ലുണ്ടല്ലേ? അത് തകർന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് പിന്നെ നിവർന്നു നിൽക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ജീവിതത്തിന്റെ നട്ടെല്ലാണ് മാനസികമായ കരുത്ത് എന്ന് പറയുന്നത്. മനസ്സിന്റെ കരുത്ത് പോയാൽ ജീവിതത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. നമ്മൾ തകർന്ന് തരിപ്പണമായി പോകും. ചെറിയ പ്രശ്നങ്ങളിൽ പോലും തോറ്റുപോകുന്ന ആളുകളായിട്ട് നമ്മൾ മാറിപ്പോകുന്നുണ്ട് എന്നുള്ളതാണ്. വലിയ സങ്കടങ്ങളിലേക്ക് നമ്മൾ വഴുതി വീഴുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ അതിനൊരു മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മാനസികമായ കരുത്തുണ്ടാക്കിയെടുക്കാൻ പറ്റുക? 5 കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. സ്വാഗതം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി. ഇതില് നിങ്ങളോട് ഒന്നാമത് പറയാനുള്ളത്, ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളെ നമ്മൾ ഒറ്റയ്ക്ക് നേരിടാൻ ശീലിക്കണം എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിലൊക്കെ നമ്മളിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നമ്മൾ ഒറ്റയ്ക്ക് നേരിടാൻ ശീലിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെയെങ്കിലും ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്നു, അല്ലെ? മറ്റുള്ളവരുടെ സഹായത്തോടെ ആ പ്രശ്നത്തെ നമ്മൾ ഓവർകം ചെയ്യാൻ ശ്രമിക്കണം. എന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പരമാവധി നമ്മൾ ഒറ്റയ്ക്ക് അതിനെ നേരിടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരാളുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുന്നിടത്ത് മാത്രമേ നമ്മൾ മറ്റൊരാളുടെ സഹായം സ്വീകരിക്കാൻ പാടുള്ളൂ. ഇന്നത്തെ കുട്ടികളുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ചെറിയ കാലം മുതലേ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നേരിട്ട് അതിജീവിച്ച് മുന്നോട്ട് കടന്നു വരേണ്ട കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല. അച്ഛനമ്മമാരോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ അത് ഏറ്റെടുക്കുന്നു. പ്രശ്നങ്ങളെ അവർ നേരിടുന്നില്ല എന്നുള്ളതാണ്. പഴയ കുട്ടികളെ അപേക്ഷിച്ച്, പഴയ തലമുറയെ അപേക്ഷിച്ച് പുതിയ തലമുറ, പുതിയ കുട്ടികളെ മാനസികമായ കരുത്ത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചെറിയ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങളിൽ പോലും അവരെ വല്ലാതെ ഡിപ്രസ്ഡ് ആവുന്നുണ്ട്. എത്രയെത്ര ആത്മഹത്യകളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുള്ളത്, എത്രയെത്ര ഒളിച്ചോട്ടങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടുള്ളത്. ചെറിയ കാരണങ്ങളുടെയൊക്കെ പേരിലൊക്കെ എത്ര പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറ മാനസികമായ കരുത്തില്ലാത്തവരായിട്ട് മാറുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് സമൂഹത്തിന്റെ, ഈ പുതിയ കാലത്തിന്റെ, നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയുടെ പ്രശ്നം തന്നെയാണ്. അല്ലാതെ കുട്ടികൾക്ക് കഴിവില്ലാഞ്ഞിട്ടല്ല, ഉള്ളിലുള്ള ആ ഒരു കഴിവിനെ അവർക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഉള്ളിലുള്ള ആ മാനസികമായ കരുത്ത് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഏത് പ്രശ്നങ്ങളെയും എനിക്ക് നേരിടാൻ പറ്റുമെന്ന ഒരു ആത്മവിശ്വാസത്തിലേക്ക് കുട്ടിക്കാലം മുതലേ കുട്ടികളെ രൂപപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോ ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലം മുതലേ ബിൽഡ് ചെയ്യപ്പെടേണ്ടതാണ് മാനസികമായ കരുത്ത്. എന്നാൽ മുതിർന്നു കഴിഞ്ഞാൽ അതൊരിക്കലും സാധ്യമല്ല എന്നല്ല. നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ പരമാവധി നമ്മൾ ഒറ്റയ്ക്ക് നേരിടാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അത് പരാജയപ്പെടുമ്പോൾ മാത്രമേ മറ്റൊരാളുടെ സഹായം നമ്മൾ തേടാൻ പാടുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്.
പഠന കാലഘട്ടങ്ങളിലോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുനാളിലോ ഒന്നും ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും വല്ലാതെ തോറ്റുപോകുന്ന ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനപരമായ കാര്യം ഏറ്റവും ഇളയ മകനായിട്ടാണ് ഞാൻ ജനിച്ചത് എന്നുള്ളതാണ്. എൻ്റെ ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്. അപ്പോൾ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവരാണ് ഏറ്റെടുക്കുക. എനിക്കത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അത് ഏറ്റെടുക്കേണ്ട ആവശ്യകത ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നീട് ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയ ആ നേരത്ത്, അല്ലെങ്കിൽ ഞാൻ തന്നെ ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തേ മതിയാവൂ എന്ന് വന്ന സാഹചര്യങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പിന്നീട് സ്വയം തിരിച്ചറിഞ്ഞ് ഇതിൽ നിന്ന് ആയാൽ പോരാ എന്ന സ്വയം ബോധ്യത്തിൽ നിന്ന് മാറാൻ തയ്യാറായപ്പോഴാണ്, അല്ലെങ്കിൽ എൻ്റെ ചിന്തകളെ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ബോധപൂർവം ശ്രമിച്ചപ്പോഴാണ് പിന്നീട് എന്നിൽ മാറ്റമുണ്ടായത് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പോൾ ജീവിതത്തിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് നേരിടാനൊരു ശ്രമം നമ്മൾ നടത്തണം. എനിക്ക് അതിനോട് ഒരുപാട് അവസരങ്ങൾ പിന്നീട് ലൈഫിൽ കിട്ടി എന്നുള്ളതും തീർച്ചയായിട്ടും ആ ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പരമാവധി ഒറ്റയ്ക്ക് ചെയ്യുക. എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. ചില ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരാളുടെ സഹായം വേണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ തന്നെ നമ്മളെ മറ്റൊരാളുടെ അടുത്ത് ഓടും. അപ്പൊ അത് പാടില്ല. മുന്നിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നൊരു ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ നമ്മൾ ബിൽഡ് ചെയ്യപ്പെടുകയുള്ളൂ. നമ്മുടെ മാനസികമായ കരുത്ത് നമ്മളിലൂടെ തന്നെ ബിൽഡ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. നമ്മുടെ അനുഭവങ്ങളിലൂടെ, നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങളിലൂടെ ബിൽഡ് ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ മാത്രമേ നമ്മൾ മറ്റൊരാളുടെ സഹായം അഭ്യർത്ഥിക്കാവൂ, സ്വീകരിക്കാവൂ, അതിനുവേണ്ടി മാനസികമായി തയ്യാറാകാവൂ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത് പറയാനുള്ളത്, നമ്മുടെ കഴിവുകളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുക എന്നുള്ളതാണ്. നമുക്കൊക്കെ ഒരുപാട് കഴിവുണ്ട്, നമ്മൾ പക്ഷെ അത് തിരിച്ചറിയുന്നില്ല. ഒറ്റയ്ക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഏത് പ്രശ്നങ്ങളെയും നേരിടാനുള്ള കഴിവ് നമുക്കുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള ഒരുപാട് പ്രത്യേകതകൾ നമുക്കുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ഇത് നേരത്തെ പറഞ്ഞ ഒരു കാര്യവുമായിട്ട് കണക്റ്റഡ് ആണ്. ഏറ്റവും ഇളയ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങളൊന്നും എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല. വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും ആദ്യ നാളുകളിൽ ഏറ്റെടുക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ഒരു ധാരണയാണ്, അവൻ അതിനുള്ള കഴിവില്ല, ഏറ്റവും ഇളയതല്ലേ, മൂത്തവർക്കാണ് ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള കഴിവുണ്ടാവുക എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ഉത്തരവാദിത്തങ്ങൾ ആദ്യം അവർക്ക് കൊടുക്കണം. കുഞ്ഞു കുഞ്ഞു ഉത്തരവാദിത്തങ്ങൾ കൊടുത്ത് അവരെ ബിൽഡ് ചെയ്യണം. അത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് ആദ്യകാലങ്ങളിലൊന്നും കിട്ടാത്ത ഒരാളാണ്. പക്ഷെ പിന്നീട് ജീവിതത്തിൽ നിവൃത്തി കിടന്ന പോലെ പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിന്റെ, എൻ്റെ കുടുംബത്തിന്റെ ഏറ്റവും സെറ്റ് ഉത്തരവാദിത്തങ്ങൾ ഞാൻ തന്നെയാണ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് വളരെ രസകരവും കൗതുകരവുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ നിങ്ങൾക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ടോ? ഏറ്റവും ഇളയ മകനോ മകളോ ഒക്കെ ആണെങ്കിൽ ഈ ഒരു പ്രശ്നം നിങ്ങൾ അനുഭവിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള കഴിവൊന്നും ഇല്ല എന്നൊക്കെ ചിന്തയിലൂടെ ആയിരിക്കും ഒരു പക്ഷേ, മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടായിരിക്കും നിങ്ങൾ ഒരു പക്ഷേ വളർന്നു വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളിലേക്ക് നോക്കുക. മറ്റുള്ളവരെന്തും പറയട്ടെ, നമുക്ക് പ്രത്യേകതകളുണ്ടോ, കഴിവുണ്ടോ എന്ന് മറ്റുള്ളവർ എങ്ങനെയും വിലയിരുത്തട്ടെ. നമുക്ക് നമ്മളെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവണം. നമ്മുടെ കഴിവ് എന്താണ്, നമ്മുടെ പ്രത്യേകതകൾ എന്താണ്, അത് സ്വയം തിരിച്ചറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയാൽ തീർച്ചയായിട്ടും മാനസികമായ കരുത്തോടെ, ആത്മവിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. കാരണം നമ്മളിൽ എല്ലാവർക്കും എന്തൊക്കെയോ ചില പ്രത്യേകതകളും കഴിവുകളും ഒക്കെ ഉണ്ട്. ആ കഴിവിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ആ കഴിവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു മനുഷ്യന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ഒരു വ്യക്തത നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും മാനസികമായ കരുത്ത് നമുക്ക് കിട്ടാതെ എന്തുകൊണ്ടാണ്? ഇനി എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം കിട്ടുന്നില്ല, അല്ലെ? അപ്പോൾ ഒരു ക്ലാരിറ്റി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കുണ്ടായിരിക്കണം. നിലവിലുള്ള സാഹചര്യത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും കൃത്യമായ ഒരു പ്ലാനിങ്ങും പദ്ധതിയും ഒക്കെ നമുക്കുണ്ടായിരിക്കണം. പ്രതീക്ഷകൾ ഉണ്ടായിരിക്കണം. വ്യക്തമായ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും പല ആളുകൾക്കും അതില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. മുന്നോട്ടുള്ള ലൈഫിൽ ഇതിനെയൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസവും വളരെ കുറവായിരിക്കും. ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് മാനസികമായ കരുത്തും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവനവന്റെ ജീവിതത്തെക്കുറിച്ച്, മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നമുക്കുണ്ടായിരിക്കണം. ആ വഴികളെക്കുറിച്ച്, നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കേണ്ട ആ വഴികളെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഒരു വ്യക്തത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്
മൂന്നാമത്തെ കാര്യം. നാലാമത് നിങ്ങളോട് പറയാനുള്ളത്, ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടായിരിക്കണം. പലപ്പോഴും ജീവിതത്തിലെ വലിയ തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുക്കും. പക്ഷെ ആരെങ്കിലും ഈ തീരുമാനം ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അത് മാറ്റാൻ തുടങ്ങും. അങ്ങനെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുടെ മാനസികമായ കപ്പാസിറ്റി വളരെ കുറവായിരിക്കും എന്നുള്ളതാണ്. നമുക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത്, അതാണ് ശരിക്കുമുള്ള ഒരു മികച്ച വ്യക്തിത്വം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തെ വിജയിപ്പിക്കുന്നത് അതാണ്. ആ തീരുമാനം ശരിയോ തെറ്റോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. അതിലപ്പുറം എടുത്ത ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ മാനസികമായിട്ടുള്ള ഒരു തകർച്ച നമ്മൾ അനുഭവിക്കേണ്ടി വരും. കാരണം ഒരു തീരുമാനമെടുത്തു, പക്ഷെ മറ്റൊരാൾ പറയുന്നു ഈ തീരുമാനം ശരിയല്ല എന്ന്. നമ്മളാകെ കൺഫ്യൂസ്ഡ് ആവും. നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നമ്മുടെ മനസ്സ് കൂടുതൽ തകർച്ചയിലേക്കും അസ്വസ്ഥതയിലേക്കും പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടതും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനാണ്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക. അതിൽ മാറ്റമില്ലാതെ മറ്റാരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളത് മാറ്റാതെ ആ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അത് ആദ്യകാലങ്ങളിൽ ഒരുപക്ഷെ നമ്മളെടുത്ത തീരുമാനം തെറ്റായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ ആ ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കാണിക്കുന്ന ആ മെന്റാലിറ്റി നിങ്ങളെ പിന്നീട് ജീവിതത്തിൽ വിജയിപ്പിക്കും എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അല്ലാതെ പക്ഷം ഒരു തീരുമാനങ്ങളിലും ഉറച്ചു നിൽക്കാനാവാതെ ജീവിതത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പരാജയപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചുറ്റുമുള്ളവർ ആരെന്ത് പറഞ്ഞാലും ആ തീരുമാനത്തിൽ നിന്ന് മാറാതിരിക്കുക എന്നുള്ളതും മാനസികമായ കരുത്ത് ബിൽഡ് ചെയ്യുന്നതിൽ നമ്മളെ സഹായിക്കുന്ന ഘടകമാണ്. ഓട്ടോമാറ്റിക്കലായിട്ട് ആ മെന്റാലിറ്റി വിജയിപ്പിക്കുകയും കൂടുതൽ ആത്മവിശ്വാസമുള്ള ഒരാളായിട്ട് പിൽക്കാലത്ത് നമ്മൾ മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തീരുമാനങ്ങളിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. അഞ്ചാമത് ഏറ്റവും ഒടുവിൽ നിങ്ങളോട് പറയാനുള്ളത്, ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് മാനസികാരോഗ്യവുമായി വളരെ വലിയ ബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശാരീരികമായി കരുത്തുള്ള ഒരാളായി മാറുക എന്ന് പറയുന്നത് മാനസികമായ കരുത്ത് ബിൽഡ് ചെയ്യുന്നതിനുള്ള ഒരു സൂത്രവാക്യമായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ശാരീരികമായിട്ടുള്ള കരുത്ത് നമുക്കില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് മാനസികമായ കരുത്തും കുറവായിരിക്കും. അതൊരു നാച്ചുറൽ തിയറിയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് വ്യായാമത്തിന്, നിങ്ങളുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാത്രവുമല്ല, ഈ രാവിലേക്ക് എഴുന്നേറ്റ് എക്സർസൈസ് ചെയ്യുമ്പോൾ, വ്യായാമം ചെയ്യുമ്പോൾ അത് ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും നമുക്ക് വലിയൊരു ഊർജം നൽകുന്നുണ്ട്, അല്ലെ? നമ്മുടെ ഹാപ്പിനെസ് ആയാലും നമ്മുടെ വികാരങ്ങളായാലും ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്താണ്? ഹോർമോൺസ് ആണ്, അല്ലെ? ഹോർമോണുകളാണ്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും എക്സർസൈസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കരുത്തുള്ള ഒരു ശരീരത്തിൽ സ്വാഭാവികമായിട്ട് കരുത്തുള്ള ഒരു മനസ്സും ഉണ്ടാവുമെന്നുള്ള ഈ 5 കാര്യങ്ങളാണ് മാനസികമായ കരുത്തിലേക്ക് നമ്മളെ നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. മാനസികമായ കരുത്ത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലെ? മനസ്സാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നാണ് കടന്നു വരുന്നത്. അപ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.